ഈ ഷൂ റാക്കിന്റെ ക്വാളിറ്റി കൊള്ളൂല. അതുകൊണ്ടത് ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് കീറിപ്പോയി. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും കണ്ടാൽ കുറച്ച് ഭംഗിയുള്ളതുമായി ഒരു ഷൂ റാക്ക് തപ്പി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് ഇത്. ഞാൻ ഓർത്തത് അത് ഫുള്ള് ഹാർഡ് പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നാണ്. പക്ഷേ വന്നപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വെക്കുന്ന ഫയലില്ലേ, അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. സംഭവം ഭയങ്കര കിഡിലിനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാട്ടെ ഈ അൺബോക്സിങ് ചെയ്യുന്നത് ഞാൻ. അങ്ങനെ ഇതേ സാധനം അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തിയായിരിക്കും കിട്ടിയുള്ളൂ കേട്ടോ അൺബോക്സ് ചെയ്യാൻ. കത്രിക നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇത് പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ കുറേ അധികം സാധനങ്ങളുണ്ട്. ഒരു ചുറ്റികയൊക്കെ തന്നിട്ടുണ്ട്. അത് എന്തിനാണോ എന്ത് ദൈവത്തിനറിയാം. അതിന്റെ ക്വാളിറ്റി കണ്ടപ്പോഴേ മനസ്സിലായായിരുന്നു ഇതൊരു ഫ്ലോപ്പ് ആവുമായിരിക്കും എന്ന്. കുറേ അധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. അത് തന്നെ വലിയൊരു പണിയാണ്. എന്നായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ നോക്കി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി ചെയ്തു തുടങ്ങി. ഈ ബ്ലാക്ക് കളറിലുള്ള സാധനം വെച്ചാണ് നമ്മളിത് ഫുൾ ജോയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ വെക്കുന്ന ഒരു ഫയലില്ലേ, അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത്. ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് കീറിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഷൂ വെക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? സോ വി ആർ റിട്ടേണിംഗ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. 2500 രൂപയ്ക്ക് ഇത് വർത്ത് അല്ല. മെനക്കെട്ട് സമയങ്ങളായിട്ട് ഒരു ആവശ്യമില്ല.